ആരോഗ്യ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ബ്രെയിൻ പവർ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ദിവസവും ചെയ്യേണ്ട 8 ശീലങ്ങളെക്കുറിച്ചാണ്. ബുദ്ധി ജന്മനാ കിട്ടുന്ന ഒന്നാണ് എന്നൊരു ധാരണ നമ്മൾക്കിടയിലുണ്ട്. പക്ഷേ സത്യമെന്താണെന്നറിയാമോ? നമ്മുടെ ദിവസേനയുള്ള ചെറിയ ശീലങ്ങളാണ് തലച്ചോറിന്റെ ശക്തി നിർണ്ണയിക്കുന്നത്. ഓർമ്മ കുറയുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഏകാഗ്രത കുറവാണോ? സ്ട്രെസ് കാരണം കൂടുതൽ ചിന്തകളാണോ? എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇന്ന് പറയുന്ന 8 എളുപ്പമുള്ള ശീലങ്ങൾ നിങ്ങൾ ദൈനംദിന ജീവിതത്തിൽ ശീലിച്ചാൽ ഓർമ്മ, ഫോക്കസ്, തീരുമാനമെടുക്കാനുള്ള കഴിവ്, വികാരങ്ങളെ ബാലൻസ് ചെയ്തു കൊണ്ടുപോകൽ എല്ലാം കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയും. ഒന്നാമത്തെ ശീലം, ബ്രെയിനിനു വേണ്ട ഭക്ഷണങ്ങൾ കഴിക്കുക. ആദ്യം തന്നെ പറയേണ്ടത്, നമ്മുടെ ബ്രെയിനും ശരിയായ ഭക്ഷണം വേണം. നമ്മൾ ഫാസ്റ്റ് ഫുഡ്, പ്രോസസ്ഡ് ഫുഡ് ഒക്കെ അധികം കഴിക്കുമ്പോൾ തലച്ചോറിന് ക്ഷീണം, ഓർമ്മ പ്രശ്നങ്ങൾ, മൂഡ് മാറ്റങ്ങൾ എല്ലാം വരാം. അപ്പോൾ ബ്രെയിൻ ഫ്രണ്ട്ലി ഫുഡ്സ് എന്തൊക്കെയാണ്? നെയ്യ് അല്ലെങ്കിൽ വെണ്ണ. ചെറിയ അളവിൽ ദിവസവും നെയ്യ് കഴിക്കുന്നത് പെട്ടെന്ന് പഠിക്കാനുള്ള, മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കുന്നു. ബ്രെയിൻ ലൂബ്രിക്കേഷന് സഹായിക്കുന്നതാണ് നെയ്യ്. കാർ എഞ്ചിനിൽ ഓയിലില്ലെങ്കിൽ ഫ്രിക്ഷൻ ഉണ്ടാകും, പെർഫോമൻസ് കുറയും. അതുപോലെ ബ്രെയിന് ആരോഗ്യക്കൊഴുപ്പുകൾ കുറവായാൽ ഏകാഗ്രത, ഓർമ്മ, മനോഭാവം എല്ലാത്തിനെയും ബാധിക്കും. നട്ട്സ്, നിലക്കടല, ബദാം, കശുവണ്ടി, വാൾനട്ട്സ്, പഴങ്ങൾ, വാഴപ്പഴം, മാതളം. ഒമേഗ-3 ഫുഡ്സ്, ചെറുമീനുകൾ, ഫ്ലാക്സ് സീഡ്സ്. ഡാർക്ക് ചോക്ലേറ്റ് വളരെ ചെറിയ അളവിൽ. ഇവയിലെല്ലാമുള്ള പോഷകങ്ങൾ ബ്രെയിൻ സെല്ലുകളെ പോഷിപ്പിക്കുന്നു. അതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സ്പീഡ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ദിവസവുമുള്ള ഭക്ഷണത്തിൽ ഇവയിലൊന്നെങ്കിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കൂ. രണ്ടാമത്തെ ശീലം എഴുതിവെക്കുക എന്നതാണ്. എനിക്കെല്ലാം ഓർമ്മയുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ബ്രെയിൻ ഓവർലോഡാകുമ്പോൾ പ്രധാന കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോകും. അതുകൊണ്ടാണ് എഴുതിവെക്കുക എന്ന ശീലം പ്രധാനമാകുന്നത്. ടു ഡു ലിസ്റ്റ്, ഡെയിലി പ്ലാൻസ്, പ്രധാന ചിന്തകൾ മുതലായവ എഴുതിവെക്കുമ്പോൾ തലച്ചോറിന് വ്യക്തത കിട്ടും. പഠനങ്ങൾ പറയുന്നത് 60% കൂടുതൽ ഓർക്കുമെന്നാണ്. തലച്ചോറിനെ സഹായിക്കുന്നതാണ് എഴുത്ത്. മൂന്നാമത്തെ ശീലം, കാര്യങ്ങൾ കുത്തിനിറയ്ക്കുന്നത് ഒഴിവാക്കുക. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഇൻഫർമേഷൻ എക്സ്പ്ലോഷനുള്ള ലോകത്താണ്. വാർത്തകൾ, സോഷ്യൽ മീഡിയ, മൊബൈൽ വീഡിയോകൾ എല്ലാം ബ്രെയിനിലേക്ക് വരുന്നു. ഇത് തലച്ചോറിന് ക്ഷീണമാണ്. അതുകൊണ്ട് എല്ലാം കാണുക, കേൾക്കുക, വായിക്കുക ഇവ ചെയ്യരുത്. ഇതെനിക്ക് വേണ്ടതാണോ, ഇത് സ്ട്രെസ് മാത്രം കൂട്ടുന്നുണ്ടോ എന്ന് ചിന്തിച്ചു മാത്രം ചെയ്യുക. വേണ്ടാത്തത് ഒഴിവാക്കിയാൽ തന്നെ മനസ്സ് ശാന്തമാകും, ശ്രദ്ധ കൂടുതലാകും. നാലാമത്തെ ശീലം, ബ്രെയിൻ ഗെയിംസ് കളിക്കുക. ജിമ്മിൽ ശരീരത്തിന് വ്യായാമം ചെയ്യുന്നതുപോലെ ബ്രെയിനിനും വ്യായാമം വേണം. ബ്രെയിൻ ഗെയിംസ് അതിനുപകരിക്കും. ചെസ്, പസിൽസ്, സുഡോക്കു, ഓർമ്മ കൂട്ടുന്ന ഗെയിംസ് ഇവ ദിവസവും 10-15 മിനിറ്റ് കളിച്ചാൽ പ്രോബ്ലം സോൾവിംഗ് കഴിവ് കൂടും, ഏകാഗ്രത വർദ്ധിക്കും. അഞ്ചാമത്തെ ശീലം ഇതാണ്, നന്ദി എപ്പോഴും പരിശീലിക്കുക. നെഗറ്റീവ് ചിന്തകൾ ബ്രെയിനിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ദിവസവുമുള്ള സ്ട്രെസ്, കംപ്ലയിന്റുകൾ, മറ്റുള്ളവരെ താരതമ്യം ചെയ്യൽ ഇവ ബ്രെയിനിനെ ഓവർലോഡ് ചെയ്യും. അതിന് സിമ്പിൾ സൊല്യൂഷൻ ഇതാണ്. എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിനു മുൻപ് നന്ദി പറയുക. ഇന്ന് നന്ദി പറയാൻ കഴിയുന്ന 3 കാര്യങ്ങൾ ഓർക്കുക. ചെറിയ കാര്യങ്ങളായാലും മതി. ആരോഗ്യം, കുടുംബം, ഭക്ഷണം, ശാന്തമായ ഉറക്കം, ഇതിനെല്ലാം നന്ദി പറയുക. ഇങ്ങനെ ചെയ്യുമ്പോൾ സ്ട്രെസ് ഹോർമോൺസ് കുറയും, മനസ്സ് ശുദ്ധമാകും. ആറാമത്തെ ശീലം, ആ ദിവസത്തിലെ ലക്ഷ്യങ്ങൾ പ്ലാൻ ചെയ്യുക എന്നതാണ്. ലക്ഷ്യമില്ലാത്ത ബ്രെയിൻ ആകെ സംശയത്തിലായിരിക്കും. ദിവസവും രാവിലെ അല്ലെങ്കിൽ രാത്രി അടുത്ത ദിവസത്തേക്കുള്ള 3 ചെറിയ കാര്യങ്ങൾ സെറ്റ് ചെയ്യൂ. ഉദാഹരണത്തിന് 20 മിനിറ്റ് വായിക്കും, മോർണിംഗ് വാക്ക് മുതലായവ. ഇങ്ങനെ ചെയ്യുന്നത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾക്ക് ശരിയായ രൂപക്രമം കൊടുക്കും, കൂടുതൽ പ്രചോദിപ്പിക്കും. മടി അല്ലെങ്കിൽ മാറ്റിവെക്കുന്ന പ്രവണത കുറയും. ഏഴാമത്തെ ശീലം, എല്ലാവരുമായി കൂട്ടുകൂടുക. എനിക്കാരും വേണ്ട എന്ന് പറയുന്ന രീതി ബ്രെയിനിന് ഹെൽത്തിയല്ല. മനുഷ്യന്റെ തലച്ചോറ് സമൂഹത്തോട് ഇടപഴകി ജീവിക്കാൻ ഉണ്ടാക്കപ്പെട്ടതാണ്. സുഹൃത്തുക്കളോട് സംസാരിക്കുക, വീട്ടിൽ സന്തോഷമായി സംസാരിക്കാൻ സമയം കണ്ടെത്തുക, ഇവയെല്ലാം ഇമോഷണൽ ഇന്റലിജൻസ് കൂടുതലാക്കും, ഡിപ്രഷൻ വരാനുള്ള സാധ്യത കുറയ്ക്കും. അവസാനത്തേതും എന്നാൽ ഏറ്റവും പ്രധാനമായ ശീലവും ദിവസവും ഡിസ്കണക്ട് ചെയ്യുക എന്നതാണ്. സ്ക്രീനിൽ നിന്ന് ദിവസവും ഡിസ്കണക്ട് ചെയ്യുക. മൊബൈൽ, ലാപ്ടോപ്പ്, TV ഇവയിലെല്ലാം കൂടുതൽ സമയവും ചിലവഴിക്കുന്നത് ബ്രെയിനിനെ ക്ഷീണിപ്പിക്കും. ദിവസവും നടത്തം, ധ്യാനം, നിശബ്ദത, പ്രകൃതിയുമായി കുറച്ച് സമയം ചിലവഴിക്കൽ എന്നിവ ബ്രെയിനിനെ റീചാർജ് ചെയ്യും. ബ്രെയിൻ പവർ ബൂസ്റ്റ് ചെയ്യാൻ മരുന്ന് വേണ്ട, പണച്ചിലവുള്ള കോഴ്സ് വേണ്ട. ദൈനംദിന ശീലങ്ങൾ മാറ്റിയെടുത്താൽ മതി. ഇന്നു പറഞ്ഞ 8 ശീലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ഇന്നു മുതൽ തുടങ്ങിയാലും വ്യത്യാസം നിങ്ങൾക്കറിയാൻ കഴിയും.
വീഡിയോ ഹെൽപ്ഫുള്ളായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനിയും ഇത്തരം ഹെൽത്ത് ആൻഡ് മെന്റൽ വെൽനസ് ടിപ്സ് വേണമെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. നന്ദി.